വാസ്തവപ്പെട്ടില്ല. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഉള്ളത് പറഞ്ഞാൽ ആർക്കോ തുള്ളൽ വരുമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അശരീരി പോലെ ഉരുവിട്ടിട്ടൊരു കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്, ചിലപ്പോൾ ഞങ്ങൾ വന്നിരിക്കുമല്ലോ സാർ. 10 കൊല്ലമായി ഇരുട്ടിൽ തന്നെ സ്വയം കിടന്നിരിക്കുന്ന ആളുകളെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള അസാധാരണ ശേഷിയോ മാന്ത്രികങ്ങളൊന്നും എന്റെ കയ്യിലില്ല സാർ. ഈ 10 കൊല്ലത്തിനുള്ള ഒരു മെഗാ പ്രോജക്ട് നിങ്ങൾ കൊണ്ടുവന്നു ഒന്ന് ജനങ്ങളായിട്ട് സാർ. പച്ചക്കളന്ന് പറയാൻ പാടില്ല എന്നാണ് അല്ലേ? വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സത്യമെന്ന മട്ടിൽ ആധികാരികം അവതരിപ്പിക്കുന്നതിൽ അസാധാരണ ശേഷി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ സമ്മതിക്കുന്നതാണ്, ജനങ്ങളല്ലെങ്കിൽ. വെറുതെ ഇരുന്നിട്ട് അങ്ങ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മെട്രോയുടെ തുടക്കം എവിടെ നിന്ന് അറിയാൻ കഴിയും. നിങ്ങളുടെ മുന്നണി എന്ന് കേരളത്തിൽ ഭരിച്ചാലും നിങ്ങളുടെ തമ്മിലടി മാത്രമാണ് കേരളത്തിന്റെ വികസനങ്ങളെ മുടക്കിയിട്ടുള്ളത്. അല്ലാതെ ഇങ്ങോട്ട് നോക്കണ്ട. നേരത്തെ ഞങ്ങൾ കേരയിൽ എന്ന് പറഞ്ഞപ്പോ അയ്യോ എന്ന് പറഞ്ഞവർ BJP കേരയിൽ അതിവേഗ റെയിൽവേ എന്ന് പറയുമ്പോ സ്വാഗതം എന്ന് പറഞ്ഞില്ലേ? ഈ അമ്പർധാര കേരളം അറിയില്ലേ? മണ്ണെണ്ണ വിളക്ക് കൊളുത്തി വ്യവസായം തുടങ്ങാൻ കഴിയുമോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് സംരംഭകർ കേരളത്തെ പരിഹസിച്ച ഒരു കാലമുണ്ടായിരുന്നു സാർ. എന്നാൽ ഇന്ന് ആവശ്യമായ വൈദ്യുതിയും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങളും കാലോചിതമായ വ്യവസായ പരിഷ്കരണവുമെല്ലാം ഉറപ്പുവരുത്തി വികസന കുതിപ്പുമായി മുന്നേറുന്ന ഈ കേരളത്തിൽ വ്യവസായ സംരംഭകർ ആഹ്ലാദത്തോടു കൂടി എത്തുകയാണ് സാർ. സാർ, എന്റെ ചോദ്യം, കേരളത്തിലെ യുവ സംരംഭകരുടെ നൂതനവും വ്യത്യസ്തവുമായ ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ KSIDC വഴി പ്രാരംഭ മൂലധന സഹായം എന്ന പദ്ധതി വഴി എത്ര പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി സംസ്ഥാനത്ത് തുടർച്ചയായി ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങൾ ഏതൊക്കെയെന്ന് വിശദമാക്കാം. സാർ, ഇവിടെ നേരത്തെ പറഞ്ഞൊരു ഭാഗം ഇപ്പൊ വൈദ്യുതി മന്ത്രി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. നേരത്തെ ഇപ്പൊ കേരളത്തിൽ ഒരു 10ലൊക്കെ പഠിക്കുന്ന കുട്ടികളോട്, 10അല്ല ഒരു 15-16 വയസ്സുള്ള കുട്ടികളോട് ചോദിച്ചാലും പവർ കട്ട് എന്താണെന്ന് പറഞ്ഞാൽ അവർക്കറിയില്ല. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് പവർ കട്ട്, ലോഡ് ഷെഡിങ്, ഈ 2 പദങ്ങൾ കേരളത്തിലെ ഡിക്ഷണറിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കാൻ കഴിയുന്ന മാറ്റം വൈദ്യുതി ഉൽപാദന രംഗത്തുണ്ടായി സാർ. എവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇവിടെ തന്നെ പറഞ്ഞോ. ശ്രദ്ധിക്കണ്ട സാർ. ഈ നമ്മൾ ഈ പല ചിലര് കഴിഞ്ഞ 10 കൊല്ലമായി ഇരുട്ടിൽ തന്നെയാണ് സാർ. അതിന് രക്ഷപ്പെടുത്താൻ നമുക്കൊന്നും കഴിയില്ല സാർ. സാർ, 10 കൊല്ലമായി ഇരുട്ടിൽ തന്നെ സ്വയം കിടന്നിരിക്കുന്ന ആളുകളെ വെളിച്ചത്തിലേക്ക് നയിക്കാനുള്ള അസാധാരണ ശേഷിയോ മാന്ത്രികങ്ങളൊന്നും എന്റെ കയ്യിലില്ല സാർ. നമ്മുടെ വൈദ്യുതി മന്ത്രി ഇവിടെയുണ്ട്. എക്കണോമിസ്റ്റ് എന്ന് വാരികയുണ്ട് സാർ, ലണ്ടൻ എക്കണോമിസ്റ്റ്. അവരുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, ലെഫ്റ്റ് പാരഡൈസ്. അവരുടെ അവസാന ഭാഗം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കേരളത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങൾക്കും കേരളത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. ആ കേരളം ഡെവലപ്പിംഗ് ചാമ്പ്യൻ ആണെന്ന് എക്കണോമിസ്റ്റാണ്, ലണ്ടൻ എക്കണോമിസ്റ്റ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അത്യാവശ്യം വായിക്കുന്നവർക്ക് അറിയാൻ കഴിയും. പൊതുപക്ഷേതാവ് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാർ. അതിലൊരു ഭാഗം പറയുന്നത് നമ്മുടെ എക്കണോമിസ്റ്റിന്റെ ഇന്റലിജൻസ് യൂണിറ്റ് അവരുടെ ഒരു ഭാഗം അതിനകത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. അതൊരു സിസ്റ്റർ യൂണിറ്റ് ആണ്. അവരെല്ലാ വർഷവും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെ വ്യവസായ വളർച്ചയെ കുറിച്ചുള്ള പഠനം നടത്താറുണ്ട്. അത് വലിയ വില കൊടുത്താണ് സബ്സ്ക്രൈബ് ചെയ്യുക കോർപ്പറേറ്റുകളൊക്കെ. കാരണം കോർപ്പറേറ്റുകളൊക്കെ ഇപ്പൊ നമ്മൾ എത്ര പറഞ്ഞാലും ഇപ്പൊ ജനറൽ പറയില്ല, അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, ഇവര് തള്ളാണ്, PR ആണെന്നൊക്കെ പറയില്ലോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കോർപ്പറേറ്റ് ഏജൻസികൾ അവരുടേതായ കൺസൾട്ടൻസി വെച്ച് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നോക്കി ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന ഡിസിഷനിലേക്ക് എത്തുന്നത്. അല്ലാതെ വ്യവസായ മന്ത്രി ഇങ്ങനെ പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, കേരളത്തിലെ പരസ്യം കണ്ടു, നേരെ നിക്ഷേപം നടത്താമെന്ന് പറഞ്ഞിട്ടല്ല ഈ കമ്പനികൾ വന്നിട്ടുള്ളത് സാർ. ആ എക്കണോമിസ്റ്റിന്റെ ഇന്റലിജൻസ് യൂണിറ്റിന്റെ പഠനത്തിൽ നേരത്തെ കേരളം വ്യവസായത്തിന്റെ റാങ്കിങ്ങിലേക്ക് പോലും പരിഗണിക്കപ്പെട്ടിരുന്നില്ല സാർ. എന്നാൽ ഇപ്പൊ കേരളം 9ാമത്തെ റാങ്കിങ്ങിൽ എത്തുമ്പോൾ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് അൺഇൻറപ്റ്റഡ് പവർ കളക്ഷന്റെ കാര്യത്തിൽ വ്യവസായങ്ങൾക്കുള്ളതിൽ കേരളം ഇന്ത്യയിൽ ഇന്ന് 3ാം സ്ഥാനത്താണെന്ന് എക്കണോമിസ്റ്റ് സാക്ഷ്യപ്പെടുത്തുകയാണ് സാർ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഇത്തവണത്തെ റാങ്കിങ്ങിൽ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനിൽ അൺഇൻറപ്റ്റഡ് പവർ സപ്ലൈയിൽ അവരുടെ റാങ്കിങ്ങിൽ കേരളം 1ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതും ഓരോരുത്തർക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന കാര്യമാണ്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് അസ്വസ്ഥപ്പെട്ടിട്ടില്ല. യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ഉള്ളത് പറഞ്ഞാൽ ആർക്കോ തുള്ളൽ വരുമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് അശരീരി പോലെ ഉരുവിട്ടിട്ടൊരു കാര്യമില്ല. യാഥാർത്ഥ്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. വസ്തുതകൾ വെച്ചുകൊണ്ട് വേണമെങ്കിൽ സംസാരിക്കാം. അശരീരി പോലെ അവിടെ ഇരുന്ന് പറഞ്ഞാൽ അതിനെ മറികടക്കാൻ കഴിയില്ല സാർ. സാർ, നമുക്കിപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 2 തവണ തുടർച്ചയായി 1ാം സ്ഥാനത്തേക്ക് എത്തുന്നു. ഫാസ്റ്റ് മൂവർ പട്ടികയിൽ ആദ്യമായി കേരളം അംഗീകരിക്കപ്പെടുന്നു. കയറ്റുമതിയുടെ കാര്യത്തിൽ ഇപ്പൊ കേരളം ഏറ്റവും മികച്ച സ്ഥാനത്തേക്ക് എത്തുന്നു എന്നുള്ളത് മലയാള മനോരമ തന്നെ ആളുകൾ അറിയിക്കുന്ന രൂപത്തിലേക്ക് വസ്തുതകൾ മുഖത്ത് വന്നടിക്കുകയാണ് സാർ. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ
അതിന്റെ നോവൽ ഇന്നോവേഷൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനായി കേരളത്തിന്റെ ഇയർ ഓഫ് എന്റർപ്രൈസസ് പദ്ധതി തെരഞ്ഞെടുത്തിരിക്കുന്നു സാർ. അതുപോലെയുള്ള ഒത്തിരിയേറെ അംഗീകാരങ്ങൾ നേടാൻ നമുക്ക് കഴിഞ്ഞു. അത് ഈ ഗവൺമെന്റിനുള്ള അംഗീകാരമല്ല സാർ, കേരളത്തിനുള്ള അംഗീകാരമാണ്. കേരള വിരുദ്ധർക്ക് മാത്രമേ ഇത്തരം അംഗീകാരം കിട്ടുമ്പോൾ അസ്വസ്ഥരാകാൻ കഴിയുകയുള്ളൂ. കേരള വിരുദ്ധരാകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നു. നന്നായി. ശ്രീ വി കെ പ്രശാന്ത്. മുന്നോട്ട് സ്പീക്കർ. സർ, ഈ വ്യവസായവും സംരംഭവും പാടില്ല എന്ന് പറഞ്ഞ കേരളത്തിലാണ് ഇപ്പൊ 3,53,000-ൽ പരം തൊഴിലവസരങ്ങൾ സംരംഭങ്ങൾ വരികയും 7 ലക്ഷം തൊഴിലവസരങ്ങൾ വരികയും ചെയ്തു. സാർ, ഇങ്ങനെ ആരംഭിച്ച സംരംഭങ്ങളിൽ ചിലത് നഷ്ടത്തിലാവുകയോ പൊട്ടിപ്പോകുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. ഇവയെ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയുമോ? അങ്ങനെ എത്രത്തോളം പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്? സാർ, ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അടുത്ത മിനിസ്റ്റർ ഉണ്ടത്. സാർ, ഈ ഏത് സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ഒരു 90% ആദ്യത്തെ വർഷം തന്നെ മരിച്ചു പോകും ലോകത്ത് തന്നെ. അങ്ങനെ പുതിയ ആശയങ്ങളാണല്ലോ. MSME-കളാകുമ്പോൾ ഒരു 30% ഇന്ത്യയിൽ ആദ്യത്തെ വർഷം തന്നെ അത് മരിച്ചു പോകുന്നു എന്നുള്ളതാണ് പൊതുവായുള്ള കണക്ക്. നമ്മളതൊരു 15% എത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുകയുണ്ടായി. മാർക്കറ്റ് ഇപ്പോ ഇവിടെ ബഹുമാന പൊതുവിതരണ വകുപ്പുമായി നമ്മൾ ഒപ്പുവെച്ച കരാറ് പ്രകാരം ഏകദേശം 30 കോടിയുടെ ഉൽപ്പന്നങ്ങൾ കെ സ്റ്റോർ വഴി പ്രാദേശികമായിട്ടുള്ള ചെറിയ സംരംഭങ്ങൾക്ക് വിൽക്കാനായിട്ട് കഴിഞ്ഞു. കെ ഷോപ്പിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങി. അതുപോലെ തന്നെ മറ്റ് പിന്തുണകളെല്ലാം നൽകുന്ന സംവിധാനം നടപ്പിലാക്കി. ബഹുമാനായ അംഗം ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിസന്ധിയിലായ സ്ഥാപനങ്ങളെ ഇപ്പൊ നമ്മൾ സിക്ക് യൂണിറ്റ് അതിനെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ പദ്ധതി KSITC വഴി നടപ്പിലാക്കുന്നുണ്ട്. കാരണം നമ്മൾ പുതിയ സംരംഭങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ പല കാരണങ്ങളാൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന നിലവിലുള്ള സംരംഭങ്ങൾ അവയെ എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്തി കഴിയുമോ എങ്കിൽ കുറെ കൂടി നമുക്ക് ഗവൺമെന്റിന്റെ ഇടപെടലിനും മറ്റ് മേഖലയിൽ ചെയ്യുന്ന അത്ര സമയം ചെലവഴിക്കേണ്ടി വരില്ല. എന്നാൽ അതിനാവശ്യമായിട്ടുള്ള ഒരു റീസ്ട്രക്ചറിംഗ് പ്ലാൻ ആവശ്യമാണ്. ആ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. വിഴിഞ്ഞ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ്. സർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, പരശുരാമൻ മഴ എറിഞ്ഞിട്ട് 10 കൊല്ലം മുമ്പാണ് മഴ എറിഞ്ഞത് പറയാതിരുന്നത് ഭാഗ്യം. സർ, ഞാൻ പറയട്ടെ, അല്ല, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 5 കൊല്ലമായിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്നുള്ള നിലക്കാണ് അദ്ദേഹം പറയുന്നത്. സർ, ഇതേ ലാവോസില് അന്നത്തെ ഗവൺമെന്റിന് വേണ്ടി ഞാൻ ഇതേപ്പറഞ്ഞ ഡെലിഗേഷൻ കൊണ്ട് പോയതാണ്. അതുപോലെ തന്നെ ഇതേപോലെ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ കിട്ടുന്നതാണ്, എക്സിബിഷൻ സ്റ്റാൾ വെക്കുന്നതാണ്, GTEC-ല്, ഹാനോവർ ഷോയില്, അതുപോലെ തന്നെ എല്ലായിടത്തും പോകുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 കൊല്ലം കൊണ്ട് ഇവിടെ ഒരു ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അത് ഈ ആവേശത്തോട് പ്രസംഗിക്കുന്ന നിങ്ങൾക്കാണ്. ഇടക്കിടക്ക് മിനിസ്റ്ററുടെ ശബ്ദം ഞാൻ സാർ എന്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇടക്കിടക്ക് മിനിസ്റ്ററുടെ ആൻസറിൽ ഒരു കാര്യം വരുന്നുണ്ട്. എന്നാലും വ്യവസായം തുടങ്ങുന്നവർക്ക് ഒരു പെർസെപ്ഷൻ ഇവിടെ ഉണ്ട്. അത് ഞാൻ ഇതേമാതിരി പോയി വന്ന് ലക്ഷക്കണക്കിന് MOU സൈൻ ചെയ്ത് വന്ന് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലായപ്പോൾ ഇവിടുന്ന് കേട്ടാൽ എന്താണെന്നറിയും? എന്തിനാണ് ഈ ദുർവ്യയം? ആ ചോദ്യം ഞങ്ങൾ ചോദിക്കൂല. ഈ പ്രപ്പോസലൊക്കെ ഇലക്ഷനാണല്ലോ, തെരഞ്ഞെടുപ്പാണ് വരാൻ പോണത്. ചിലപ്പോ ഞങ്ങൾ വന്നിരിക്കുമല്ലോ, ചിലപ്പോ ഞങ്ങൾ വന്നെന്നിരിക്കും. അപ്പോ നല്ലതാണ്, ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ആ ഉറപ്പ് ഞങ്ങൾ. ചോദ്യമൊന്നും അല്ലെങ്കിലും അദ്ദേഹം നടത്തിയ വസ്തുതാ വിരുദ്ധമായ ചില പ്രസ്താവനകളുണ്ട്. അദ്ദേഹം പൊതുവെ അങ്ങനെ നടത്തുന്ന ഒരാളല്ല. കാരണം ഇപ്പോ ഞാൻ പറയട്ടെ, പ്രതിപക്ഷ ഉപനേതാവിനോട് ഞാൻ മറുപടി പറയുന്നത്, നിങ്ങൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? സാർ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നമ്മൾ ഈ പച്ചക്കളന്ന് പറയാൻ പാടില്ല എന്നാണ് അല്ലേ? വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സത്യമെന്ന മട്ടിൽ ആധികാരികമായി അവതരിപ്പിക്കുന്നതിൽ അസാധാരണ ശേഷി നിങ്ങൾക്കുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ സമ്മതിക്കുന്നതാണ്, ജനങ്ങളല്ലെങ്കിൽ. സാർ, ഈ MOU-കളൊക്കെ എന്തുകൊണ്ട് യാഥാർത്ഥ്യമായില്ല? നേരത്തെ ഇൻവെസ്റ്റ് സമ്മിറ്റ് നടത്തിയപ്പോ നിങ്ങൾ പങ്കെടുത്തു, ഞാൻ അതിന് സ്വാഗതം ചെയ്തു, എല്ലായിടത്തും പറഞ്ഞു കേരളത്തിന്റെ ഗുണമാണ്, പ്രതിപക്ഷ മേധാവ് ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്തു, അത് നല്ല കാര്യമാണ്, നമുക്ക് വിസിബിലിറ്റി കിട്ടും. എന്നാൽ VS നിങ്ങളുടെ ജിമ്മിൽ പങ്കെടുത്തിരുന്നു, അന്നത്തെ മുഖ്യമന്ത്രി ജിമ്മിൽ പങ്കെടുത്തിരുന്നു. അന്ന് നിങ്ങൾക്കൊപ്പം നിന്നിരുന്ന അന്ന് നിങ്ങൾക്കൊപ്പം ജിമ്മിലും ഒക്കെ വന്ന പ്രപ്പോസൽസ് ആണ്. പിന്നെ മെഗാ പ്രോജക്റ്റ് ആയി കേരളത്തിൽ വന്ന മെട്രോ, അതുപോലെയുള്ള പല സംഗതികളും ഈ 10 കൊല്ലത്തിനുള്ള ഒരു മെഗാ പ്രോജക്ട് നിങ്ങൾ കൊണ്ടുവന്നു ഒന്ന് നിങ്ങളായിട്ട് സാർ എനിക്ക് സമയം തരണം. അദ്ദേഹം പറഞ്ഞത് ഈ പ്രൊജക്ടുകൾ പറയാൻ കുറച്ച് സമയം എടുക്കും. സാർ, വെറുതെ ഇരുന്നിട്ട് അങ്ങ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മെട്രോയുടെ തുടക്കം എവിടെ നിന്ന് അറിയാൻ കഴിയും. നായനാരുടെ കാലഘട്ടത്തിൽ ആരംഭിച്ച തുടക്കം ഇവിടെ. അതിനുശേഷം മെട്രോയ്ക്ക് വേണ്ടി ഈ മെട്രോയെ
അങ്ങ് ഉൾപ്പെടെയുള്ള ആളുകൾ സിംഗപ്പൂരിൽ പോയിട്ട് സിംഗപ്പൂര് കമ്പനിക്ക് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ അതിനെതിരെ കേരളം നടത്തിയ വലിയ സമരത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് DMRCക്ക് അത് കിട്ടിയതെന്ന് അതിന്റെ നേതൃത്വം തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. കമൽനാഥ് കേരളത്തിലേക്ക് വന്നു സാർ, ഞാനൊന്ന് പാർലമെന്റ് മെമ്പറാണ് സാർ. അദ്ദേഹം പറഞ്ഞോട്ടെ, അദ്ദേഹം ബഹുമാനപ്പെട്ട ഉപനേതാവ് പറയും, അവരൊന്നും കമന്റ് ചെയ്യില്ല. പ്ലീസ് അദ്ദേഹം പറയട്ടെ. യഥാർത്ഥത്തിൽ ബഹുമാനായ ഉപനേതാവ് ചോദ്യങ്ങളല്ലോ ചോദിച്ചത്. പക്ഷെ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തുമ്പോ ആ പ്രസ്താവന രേഖയിൽ വരികയും സമൂഹം കാണുകയും ചെയ്യല്ലോ. വസ്തുതാ വിരുദ്ധമാണ് എന്നുള്ളത് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തി സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പുറത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞത് കാര്യത്തിൽ എന്താ, നേരത്തെ പറഞ്ഞു നിങ്ങൾ ആരും സഹകരിച്ചില്ല, ഞങ്ങൾ സഹകരിച്ചു, നിങ്ങൾക്കാണ് മാറ്റം വന്നത്. VS അതിനകത്ത് വന്നു സാർ. നിങ്ങളുടെ മന്ത്രിസഭ സാർ അന്ന് ഇൻവെസ്റ്റ് സബ്മിറ്റ് നടത്തിയ മന്ത്രിസഭയ്ക്കകത്ത് ഐക്യമുണ്ടായില്ല. അന്നത്തെ റവന്യൂ മന്ത്രി ഇന്നത്തെ UDF കൺവീനർ അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഞങ്ങൾ ആരും അറിയാത്ത പദ്ധതികളാണ്, 1 ഇഞ്ച് ഭൂമി നൽകില്ല. ഞങ്ങളല്ല പറഞ്ഞത്, ഇന്നത്തെ UDF കൺവീനർ അന്നത്തെ റവന്യൂ മന്ത്രി, അന്നത്തെ ഹരിത MLA-മാരുടെ പ്രസ്താവന നോക്കിക്കോ, ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടല്ലോ. അപ്പോ നിങ്ങൾക്കൊരു യോജിപ്പുണ്ടായിരുന്നില്ല. നിങ്ങളുടെ മുന്നണി എന്ന് കേരളത്തിൽ ഭരിച്ചാലും നിങ്ങളുടെ തമ്മിലടി മാത്രമാണ് കേരളത്തിന്റെ വികസനങ്ങളെ മുടക്കിയിട്ടുള്ളത്. അല്ലാതെ ഇങ്ങോട്ട് നോക്കണ്ട, നിങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പൊ തന്നെ ഏത് വികസന പദ്ധതികൾ, തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ? തുരങ്കപാത ഞങ്ങൾ അനുവദിക്കില്ല. നേരത്തെ ഞങ്ങൾ കേരയിൽ എന്ന് പറഞ്ഞപ്പോ അയ്യോ എന്ന് പറഞ്ഞവർ BJP കേരയിൽ അതിവേഗ റെയിൽവേ എന്ന് പറയുമ്പോ സ്വാഗതം എന്ന് പറഞ്ഞില്ലേ? ഈ അമ്പർധാര കേരളം അറിയില്ലേ? അതുകൊണ്ട് സാർ നമ്മുടെ ഇത്തരം കാര്യങ്ങളിൽ അങ്ങേ രാഷ്ട്രീയ തർക്കത്തിൽ ചോദ്യം വന്ന് അങ്ങേപ്പോലൊരാൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ വക്കത്തെത്തിയത് കൊണ്ട് ഞങ്ങൾ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ആ കാര്യം മാത്രമാണ് സഭയുടെ ശ്രദ്ധയിൽ. ശ്രീ റോജി എം ജോൺ, ചോദ്യമാണ് ചോദ്യം. സർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു അങ്കമാലിയിലെ ഗിഫ്റ്റ് സിറ്റി എന്നുള്ളത്. ഇപ്പൊ 5 വർഷമായി സർ. നമ്മൾ എത്രയോ തവണ അങ്ങും ഞാനും ഒക്കെ ഉൾപ്പെടെ ഭൂവുടമകളും ഒക്കെ ആയിട്ട് ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടത്തി. ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ അങ്ങ് തന്നെ അവിടെ സ്ഥലത്ത് പദ്ധതി പ്രദേശത്ത് വന്ന് നമ്മൾ ആ ഭൂവുടമകളുമായി സംസാരിച്ച് അതിന്റെ പലിശ ഉൾപ്പെടെ ഒഴിവാക്കി കൊടുക്കുവാനായിട്ട് ഭൂവുടമകൾ സമ്മതം അറിയിച്ചു. ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. പക്ഷെ സാർ നാളെ ഇതുവരെയായിട്ട് അവിടെ 1 സെന്റ് ഭൂമി പോലും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ കോഴിക്കോടും തിരുവനന്തപുരത്തും ഗ്ലോബൽ സിറ്റിയെ സംബന്ധിച്ച് അങ്ങ് പറയുകയുണ്ടായി, നമ്മൾ സ്വാഗതം ചെയ്യുന്നു. സാർ, നമ്മൾ നേരത്തെ 5 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഈ ഗ്ലോബൽ സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ നമുക്ക് ത്വരിതപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടേണ്ടതായിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷെ അനുമതി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഭൂമി ഏറ്റെടുക്കുന്നത് നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ എത്രയും വേഗം, കാരണം ആ ഭൂമി അവരെ സംബന്ധിച്ച് സർ നമുക്കറിയാം, ഇവിടെ അങ്ങ് തന്നെ പറഞ്ഞു നിരവധി പദ്ധതികൾക്ക് നമ്മൾ ധാരണാപത്രം ഒപ്പുവെച്ചു. അതുകൊണ്ട് ഭൂമിയുടെ ലഭ്യതയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് എത്രയും വേഗം ഈ അങ്കമാലി ഗ്ലോബൽ സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക, ഭൂവുടമകൾക്ക് പണം കൊടുക്കാൻ. സാർ, അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ഗൗരവമുള്ളതാണ്. അദ്ദേഹവും അതുപോലെ തന്നെ എന്നോടൊപ്പം തന്നെ ആ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ അതിന്റെ മർമ്മം അദ്ദേഹം ചോദ്യത്തിലേക്ക് വന്നില്ല. അവസാനം ഒരു പരാമർശത്തിലൂടെ കൊണ്ടുവരികയും ചെയ്തുള്ളൂ. ഗിഫ്റ്റ് സിറ്റി എന്നുള്ളത് കൊച്ചി ബാംഗ്ലൂരു ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ 2ാം നോഡിലാണ് ആദ്യം കണ്ടിരുന്നത്. എന്നാൽ ഗവൺമെന്റ് ആവശ്യപ്പെട്ട അനുസരിച്ച് 1ാമത്തെ നോഡിന്റെ ഭാഗമാക്കാൻ തന്നെ അവർ സമ്മതിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂമി ഏറ്റെടുക്കൽ, 2ാം നോഡാണെങ്കിൽ പോലും 1ാം നോഡ് തത്വത്തിൽ അംഗീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി ഏറ്റെടുക്കലിന്റെ ശ്രമങ്ങൾ ആരംഭിച്ചു. അവിടെ 500 ഏക്കറിന് 500 കോടി നമ്മൾ മാറ്റിവെച്ചു. അവസാനം ബഹുമാന MLA, MP, പഞ്ചായത്ത് പ്രസിഡന്റ് അവരെല്ലാവരും ആവശ്യപ്പെട്ട് ജനപ്രതിനിധികൾ അതിന്റെ ഭാഗമായി 500 ഏക്കർ എന്നുള്ളത് 386 ഏക്കറോ മറ്റായിട്ട് ചുരുക്കി. 500 ഏക്കറിന് 500 കോടി നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അവസാനം വാല്യുവേഷൻ വന്നപ്പോൾ 850 കോടിയായി. 850 കോടി കിഫ്ബിന്ന് നിങ്ങൾ എപ്പോഴും എതിർത്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ കിഫ്ബി കൃത്യസമയത്ത് തന്നെ ആ ഫണ്ട് നൽകാനും തയ്യാറായി. എന്നാൽ സംഭവിച്ചത് ഈ ഗിഫ്റ്റ് സിറ്റിയുടെ ആദ്യം തന്നെ ഒരു നോട്ടീസ് വന്നു, നിങ്ങളുടെ പേര് മാറ്റണം. ഇതൊക്കെ യൂണിയൻ ഗവൺമെന്റിലൂടെ അംഗീകരിച്ചു വന്ന പദ്ധതിയാണ്. അത് ഗുജറാത്തിലെ അഹമ്മദാബാദ് ഗിഫ്റ്റ് സിറ്റിയാണ്, അവർക്ക് മാത്രം ഉള്ളതാണെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പേരിൽ എന്തിരിക്കുന്നു എന്ന് കണ്ട് നമ്മൾ പേര് മാറ്റി ഗ്ലോബൽ സിറ്റി എന്നാക്കി. ഈ ഗ്ലോബൽ സിറ്റിയും ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ രണ്ടാണ്. അത് ബഹുമാന അംഗത്തിന് അറിയായിരിക്കും. ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ പേരാണ്. നമുക്ക് ഗ്ലോബൽ സിറ്റിയിൽ GCC കൂടി വേണ്ടി കൊണ്ടുവരാമെന്നേ ഉള്ളൂ. എന്നാൽ പിന്നീട് നമ്മൾ അതിന്റെ നടപടികളുമായി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു ഭൂമി ഏറ്റെടുക്കേണ്ട പറഞ്ഞപ്പോ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോറിന് 1710 ഏക്കർ ഭൂമി 10 മാസം കൊണ്ട് ഏറ്റെടുത്ത് നമ്മൾ നൽകി.
അതിന്റെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച 12 പദ്ധതികളിൽ ഇപ്പൊ ടെൻഡർ അവാർഡ് നിർമ്മാണം നടക്കുന്നത് പാലക്കാട് ഈ സ്മാർട്ട് സിറ്റിയിൽ മാത്രമാണ്. എന്നാൽ ഈ ഗിഫ്റ്റ് സിറ്റിയുടെ പേര് നമ്മൾ മാറ്റിയിട്ടും അതിന്റെ ഡിസൈൻ മാസ്റ്റർ പ്ലാൻ അതിന്റെ കോൺട്രാക്ട് വരെ കൊടുത്തപ്പോൾ എല്ലാം പോസ് ചെയ്യാൻ പറഞ്ഞ് യൂണിയൻ ഗവൺമെന്റ് കത്തയച്ചു. അവിടെ നിന്ന് എം പിക്കും അറിയാം, അദ്ദേഹത്തോടും പറഞ്ഞു നിങ്ങളെന്നാ അവിടെ ഇടപെടണം. പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രി തന്നെ കത്തയച്ചു. എം പി ആവശ്യപ്പെട്ടു, ഞാൻ നേരിട്ട് തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടു. പക്ഷേ ആ പദ്ധതി തൽക്കാലത്തേക്ക് മാറ്റിവെക്കാനാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മൾ ഈ ഭൂമി ഏറ്റെടുക്കാൻ നമ്മൾ ഭൂവുടമകളായിട്ട് ഞങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ്. ആ സംവിധാനം വരുമ്പോൾ നമുക്ക് ഗുണപ്രദമാണ്. ഇപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടത് നിങ്ങൾക്കിനി പണം മുടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അഹമ്മദാബാദ് ഗിഫ്റ്റ് സിറ്റിയുടെ അതേ സ്റ്റാറ്റസ് എങ്കിലും നമുക്ക് നൽകണം. ഗിഫ്റ്റ് സിറ്റിയുടെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ജൂറിസ്ഡിക്ഷൻ ആണ് സാർ. ഇന്ത്യയുടെ നിയമങ്ങളൊന്നല്ല അവിടെ ബാധകം. അത് ഇതിനകത്ത് പ്രത്യേക സംവിധാനമാണ്. അതേ സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അവർക്ക് പ്രത്യേകമായ സ്റ്റാറ്റസും നമുക്ക് ആ സ്റ്റാറ്റസ് ഇല്ലാതെ ഇവിടുത്തെ ലോക്കൽ പഞ്ചായത്ത്, കേന്ദ്രം, എല്ലാ വിധത്തിലുള്ള ടാക്സുകൾ ഇതിന്റെയൊക്കെ ഭാഗമായി വന്നാൽ അവിടെ പോകുന്ന ആൾക്ക് ഇതൊന്നും ഇല്ലാതെ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഇതെല്ലാം കൊടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഇത്രയും പണം മുടക്കി 850 കോടി നമ്മൾ മുടക്കി സ്ഥലം എടുത്താൽ സ്വാഭാവികമായിട്ട് എല്ലാവരും കേസും പോയി 1000 കോടി സ്ഥലത്തിന് വരും. പ്ലസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഒരു 600 കോടിയെങ്കിലും വരും. 1600 കോടി 350 ഏക്കർ എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറിന് ഏകദേശം എത്ര കോടി ആകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രയും നിക്ഷേപം ഭൂമിക്ക് മാത്രം ചെലവഴിച്ച് ഒരു ഇൻവെസ്റ്ററെ കൊണ്ടുവരുമ്പോൾ ഈ സ്റ്റാറ്റസ് എങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ സ്റ്റാറ്റസിന് വേണ്ടി ഞങ്ങൾ ഇപ്പൊ എഴുതിയിട്ടുണ്ട്. ബഹുമാനായ അംഗം തന്നെ ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ അങ്ങയുടെ പാർട്ടിക്കാണല്ലോ കൂടുതൽ ആളുകൾ ഉള്ളത്. അങ്ങാണെങ്കിൽ കർണാടകയിലെ ചുമതല നിർവഹിച്ച് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. എല്ലാവരോടും പറഞ്ഞിട്ട് അത് നേടിയെടുക്കാനായിട്ട് നമുക്കൊരു ശ്രമം നടത്തണം. സ്റ്റാറ്റസ് കിട്ടിയാൽ നമുക്ക് അവർ പണം വന്നില്ലെങ്കിലും നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് സൂചിപ്പിക്കുന്നത്.